ഭിന്നശേഷിക്കാരായ കുട്ടികളുമായി തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരുമെന്ന ആശങ്ക ഒഴിഞ്ഞതിന്റെ ആശ്വാസത്തിലാണ് സജി ബിസ്ന ദമ്പതികൾ. കുട്ടികൾക്ക് സ്വന്തമായി വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കിയിരിക്കുകയാണ് ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം.എ. യൂസഫ് അലി. വീട് വാങ്ങാൻ ആവശ്യമായ 15 ലക്ഷം രൂപയുടെയും കുട്ടികളുടെ ദൈനംദിന ചെലവിനായി 5 ലക്ഷം രൂപയും ചെക്ക് എം.എ. യൂസഫ് അലിക്ക് വേണ്ടി ലുലു ഗ്രൂപ്പ് പ്രതിനിധികൾ സജി ബിസ്ന ദമ്പതികൾക്ക് കൈമാറി. ഞങ്ങൾക്ക് ചെയ്തു തന്ന ഉപകാരം ഞങ്ങൾ മരണം വരെ മറക്കില്ല. കാരണം അത്രയും ബുദ്ധിമുട്ടിയ സമയത്ത് ദൈവത്തിനെ പോലെ യൂസഫ് അലി സാർ ഞങ്ങളുടെ മുന്നിലേക്ക് സഹായങ്ങളുമായിട്ട് വന്നത്. പാലക്കാട് അട്ടപ്പാടി മുക്കാലി സ്വദേശികളായ സജിയും ബിസ്നയും 26 ഭിന്നശേഷി കുട്ടികൾക്കാണ് ദയശ്രേയ ചാരിറ്റബിൾ റീഹാബിലിറ്റേഷൻ സൊസൈറ്റിയിലൂടെ തണലേകുന്നത്. വിവാഹശേഷം കുട്ടികളില്ലാതിരുന്ന ഇവർ പ്രത്യേക പരിചരണം ആവശ്യമായ ഭിന്നശേഷി കുട്ടികളെ ഏറ്റെടുത്ത് സംരക്ഷിക്കുകയാണ്. കേരളത്തിന്റെ വിവിധയിടങ്ങളിലുള്ള ഭിന്നശേഷി കുട്ടികൾക്ക് സജിയും ബിസ്നയുമാണ് ഇപ്പോൾ അച്ഛനും അമ്മയും. ഇവരുടെ ചെലവും വീട്ടുവാടകയും സാധാരണക്കാരായ ഈ ദമ്പതികൾക്ക് താങ്ങാവുന്നതിലും അപ്പുറമാണ്. സാമ്പത്തിക പ്രയാസത്തെ തുടർന്ന് ആദ്യം താമസിച്ചിരുന്ന വാടക കെട്ടിടത്തിൽ നിന്ന് ഇവർക്ക് ഇറങ്ങേണ്ടി വന്നു. തുടർന്നാണ് മുക്കാലിയിലെ ഈ വീട്ടിലേക്ക് ഇവർ മാറിയത്. ഇതിനിടെ 6 മാസത്തിനകം വീട് വിൽക്കുമെന്ന് ഉടമസ്ഥൻ അറിയിച്ചതോടെ കുട്ടികളുമായി തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരുമോ എന്ന ആശങ്കയിലായി ദമ്പതികൾ. നാട്ടുകാരുടെ സഹായത്തോടെ 4 ലക്ഷം രൂപ സംഘടിപ്പിച്ചെങ്കിലും വീട് സ്വന്തമാക്കണമെങ്കിൽ 15 ലക്ഷം രൂപ കൂടി ആവശ്യമായിരുന്നു. ദൈനംദിന ചെലവിന് തന്നെ ബുദ്ധിമുട്ടുന്ന ഇവർക്ക് ഇത്രയും തുക സമാഹരിക്കുക എന്നത് വലിയ കടമ്പയായിരുന്നു. ഈ 6 മാസം കൊണ്ട് ഈ വീടിൻ്റെയും സ്ഥലത്തിൻ്റെയും പൈസ കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഞങ്ങൾ ഈ മക്കളെയും കൊണ്ട് തെരുവിലേക്ക് ഇറങ്ങേണ്ട അവസ്ഥയായിരുന്നു. ഇവരെ എന്ത് ചെയ്യണം, എങ്ങോട്ട് കൊണ്ടുപോകണം എന്നറിയാത്ത അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യാനും അത് യൂസഫ് അലി സാറ് കണ്ണിൽ കാണാനും ഇടയായത്. യൂസഫ് അലി സാറ് അറിഞ്ഞാൽ ഞങ്ങളെ സഹായിക്കുമെന്ന് ഞങ്ങൾക്ക് നല്ല വിശ്വാസം ഉറപ്പുണ്ടായിരുന്നു. പക്ഷെ ദൈവം യൂസഫ് അലി സാറിൻ്റെ അടുത്തേക്ക് ഞങ്ങളെ കാര്യങ്ങൾ എത്തിച്ചു. അതിന് യൂസഫ് അലി സാറോട് ഒത്തിരി നന്ദി പറയുന്നു. അങ്ങനെയിരിക്കെയാണ് ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം.എ. യൂസഫ് അലി നാട്ടിൽ വരുന്നുണ്ടെന്നറിഞ്ഞ് തൃശൂരിലെ നാട്ടികയിലെത്തിയത്. ഒരു ദിവസം മുഴുവൻ അദ്ദേഹത്തിനായി കാത്തുനിന്നെങ്കിലും കാണാനാകാതെ നിരാശയിലായി. ഇതിനിടെയാണ് ദയശ്രേയ ചാരിറ്റബിൾ റീഹാബിലിറ്റേഷൻ സൊസൈറ്റിയുടെ അവസ്ഥ സമൂഹ മാധ്യമങ്ങളിലൂടെ എം.എ. യൂസഫ് അലിയുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഉടനടി തന്നെ ഈ കുട്ടികളുടെ സങ്കടം പരിഹരിക്കണമെന്ന് എം.എ. യൂസഫ് അലി ലുലു ഗ്രൂപ്പ് പ്രതിനിധികൾക്ക് നിർദ്ദേശം നൽകി. ലുലു ഇന്ത്യ മീഡിയ ഹെഡ് എൻ.ബി. സ്വരാജ്, ലുലു പാലക്കാട് ഹൈപ്പർമാർക്കറ്റ് ജനറൽ മാനേജർ ജയേഷ് നായർ, ഹൈപ്പർ മാർക്കറ്റ് മാനേജർ ഹരികൃഷ്ണൻ എസ് എന്നിവർ ചേർന്ന് അട്ടപ്പാടി മുക്കാലിയിലെ ഇവരുടെ വീട്ടിലെത്തി 20 ലക്ഷം രൂപയുടെ ചെക്കുകൾ കൈമാറി. ഇന്ന് നിറകണ്ണുകളോടെ എം.എ. യൂസഫ് അലിക്ക് നന്ദി പറയുകയാണ് ഈ കുരുന്നുകളും ഇവരുടെ മാതാപിതാക്കളായി മാറിയ സജി ബിസ്ന ദമ്പതികളും. ന്യൂസ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്.